ഫലാ യസ്തതിഊന തൗസിയതൻ, ഒരു വസിയത്ത് പോലും അവർക്ക് എഴുതി വെക്കാൻ കഴിയില്ല. ഒരു വസിയത്ത് പോലും എഴുതി വെക്കാനാവാത്ത അവസ്ഥയിൽ വലാ ഇലാഹിലിഹിം യർജിഊൻ, കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയില്ല. കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയില്ല, ഒരു വസിയത്ത് എഴുതാനും കഴിയില്ല. അതിനിടയിലാണത് പിടികൂടുക. ലോകത്തിന്റെ അവസാനം അങ്ങനെ ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ പറയും, വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയാ, അതിനിടയിലാണത് പൊടുന്നനെയാണ് സംഭവിക്കുക എന്ന്. പെട്ടെന്നാണത് വന്നു ചേരുക, കണ്ണു വെട്ടി തുറക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കുമെന്നാണ്. ആ സംഭവത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരെല്ലാവരും അപ്പോൾ യാതൊരു വസിയത്തും നൽകാനോ കുടുംബങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാനോ അവർക്ക് സാധിക്കുകയില്ല. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവെങ്കിലേക്ക് കുതിച്ചു ചെല്ലുകയായി. എന്നിട്ട് അവർ പറയും, നമ്മുടെ നാശമേ, കാലൂയാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്, ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞ് ഖിയാമത്ത് നാളിൽ കാഹളത്തിൽ ഊതപ്പെട്ട് ആ കാഹളത്തിൽ ഊതിയും അതിനിടയിൽ ഖബറിൽ നിന്ന് ഇളക്കി മറിക്കപ്പെടുന്നതിനിടയിൽ അല്ലേ പിന്നീടുള്ള ഒരു കാഹളത്തിലൂത്ത്, അതിനിടയിലുള്ള കാലദൈർഘ്യം അതെത്രേ നമുക്ക് കൃത്യമായി അറിയില്ല. അള്ളാഹുവിന് മാത്രം അറിയാവുന്നൊരു കാലഗണനയാണ്. എന്ന് പറയും, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇതല്ലേ അമ്പിയാക്കൾ പറഞ്ഞ സത്യദിനം, ഇതല്ലേ ദൈവദൂതന്മാർ സത്യം തന്നെയാണല്ലോ പറഞ്ഞത്, അള്ളാഹു വാഗ്ദാനം ചെയ്ത ദിനമാണല്ലോ ഇത് എന്ന് മനുഷ്യരെന്ന് മനസ്സിലാക്കുന്ന അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറിയ ഭൂകമ്പങ്ങൾ തന്നെ ഉണ്ടായാൽ ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്താ? എത്രയോ നൂറ്റാണ്ടുകൾ പടുത്തുയർത്തിയ ബിൽഡിങ്ങുകൾ അത് തകർന്ന് തരിപ്പണമാകുക. അത് തരിപ്പണമാകുന്നത് കാണുന്നു മനുഷ്യര് അല്ലേ. എത്ര വലിയ പടുകൂട്ടൻ ബിൽഡിങ്ങുകളും അന്ന് തകർന്ന് തരിപ്പണമാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് പടച്ച തമ്പുരാൻ അതിന്റെ ഭയാനകത സൂചിപ്പിക്കുന്നതിന് വേണ്ടി സൂറത്ത് ഹജ്ജ് എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. സൂറത്ത് ഹജ്ജ് 22-ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിൽ അതിന്റെ തുടക്കം തന്നെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. നോക്കൂ, സത്യവിശ്വാസികളെ, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണെന്ന് പറയുന്നത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ് സാഅതി ശൈഉൻ അളീം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യൗമ തറൗനഹാ തദ്ഖുലു കുല്ലു മുർളിയത്തിൻ നോക്കൂ അമ്മാ അർളത് وتضع كل ذات حمل حملها وترى الناس سقارى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. തീർച്ചയായും ആ അന്ത്യസമയമുണ്ടല്ലോ, ലോകത്തിന്റെ അവസാന പ്രകമ്പനം, അത് ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങളത് കാണുന്ന ദിവസം ഏതൊരു മുല കൊടുക്കുന്ന സ്ത്രീയും കുഞ്ഞിനെ അവഗണിക്കുന്നതാണ് ആ ദിവസം. ഏതൊരു മാതാവും തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് എന്ത് പ്രയാസമുള്ള ഘട്ടത്തിലും, സഹോദരിമാരെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും, ഏതൊരു കുഞ്ഞിനെയും മാറോട് ചേർത്ത് ഒരു മാതാവ് മുല കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് എത്രമാത്രം സ്നേഹമാണ്. ആ മാതാവ് കുഞ്ഞിനെ മുലയൂട്ടുന്ന മാതാവ് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതാണ് ആ ദിവസം. അത്ര ഭയാനകരമാണ് ആ ദിവസം. എന്നിട്ടോ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുഖാറാ വമാ ഹും ബിസുഖാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശിക്ഷയുടെ കാഠിന്യം കൊണ്ട്, അല്ലാഹുവിന്റെ നടപടിക്രമങ്ങൾ കൊണ്ട് മനുഷ്യന്മാരെ നിനക്ക് മത്ത് പിടിച്ചവരായിട്ട് അവരെ നിനക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർ മത്തന്മാരല്ല, മയക്കുമരുന്നൊരു അടിമകളല്ല. പക്ഷെ ആ ദിവസത്തിന്റെ ഭയാനകതയിൽ, ആ ഘോരശബ്ദത്തിന്റെ ചെകിടടപ്പിക്കുന്ന ആ ശബ്ദം കേട്ട് മനുഷ്യരൊരു തരം മത്തന്മാരായി തീരുന്ന ദിവസമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാന്റെ ഗ്രന്ഥത്തിലൂടെ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ
സത്യം പറയുവാനും സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനും പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കാൻ. അപ്പൊ ഗർഭിണികളായ സ്ത്രീകൾ പ്രസവിച്ചു പോകുന്ന, ജന്തുക്കളൊക്കെ പ്രസവിച്ചു പോകുന്ന ദിവസം അല്ലാഹുവിന്റെ ഭയാനകതയെ കുറിച്ച് സൂചിപ്പിച്ചിടത്ത് പറഞ്ഞത് കാട്ടിലെ ജന്തുക്കൾ, വന്യമൃഗങ്ങൾ അവയെല്ലാം ഒരുമിച്ചുകൂടി ആകെ കാതോർത്തു നിൽക്കുന്ന ഒരു ഘട്ടമായിരിക്കും അതിന്. ഭൂകമ്പങ്ങളൊക്കെ അറിയാൻ നാൽക്കാലികൾക്ക് നമ്മളെക്കാൾ പവറുണ്ട് എന്ന് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷികള്, മൃഗാദികള് അവയൊക്കെ ഭൂകമ്പങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയും. അതിന്റെ സൂചനകൾ അവർ പ്രകടിപ്പിക്കും. അവരാദ്യമേ അറിയും, മനുഷ്യനേക്കാളും മുമ്പ് അറിയും. മനുഷ്യർ കണ്ടെത്താൻ അവരുപയോഗിച്ച എല്ലാറ്റിനേക്കാളും മുമ്പ് ഭൂകമ്പമുണ്ടാൻ പോകുന്നു എന്ന വിവരം അള്ളാഹു ആദ്യമായി പക്ഷിമൃഗാദികളെ അറിയിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവയറിയും ലോകം നശിക്കാൻ പോകുന്നു, നമ്മുടെ ഈ വസിക്കുന്ന ഭൂമി തകരാൻ പോകുന്നു, ഇന്നിടങ്ങളിലെല്ലാം കുലുങ്ങാൻ പോകുന്നു. ഒരുപക്ഷെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പോലും ലോകത്ത് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം, ഉണ്ടായിട്ടുണ്ടാകാം. അതിന്റെ ദുരന്തങ്ങൾ ഇപ്പോഴും ഉണ്ടാകാം. ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡിൽ പോലും നടക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, മനുഷ്യരെ, ആ അന്ത്യദിനത്തിന്റെ പ്രകമ്പനമുണ്ടല്ലോ, അതൊരു വല്ലാത്ത പ്രകമ്പനമാണ്. അപ്പൊ അതിനു മുമ്പായി മനുഷ്യന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും അല്ലാഹു നമ്മളോട് പറയുകയാണ്. അന്നത്തെ ദിവസം അല്ലാഹു ഖുർആനിൽ ഓരോ സ്ഥലങ്ങളിൽ വിശദീകരിക്കുകയാണ്. യൗമ യകൂനു الناس كالفراش المبثوث القارية ما القارية وما أدراك ما القارية القارية. നോക്കൂ, ആ ഭയങ്കരമായ സംഭവം, അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ. ആ എന്താണ് ആ ഭയാനകരമായ അതിശക്തമായ ആ മുട്ടുന്ന സംഭവം എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും താഴെ നമ്മൾ കാണുന്ന ഓതി വരുന്ന നമ്മുടെ ഭാഗമാണ് അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു الناس കൽഫറാശിൽ മബ്സൂസ്. യൗമ യകൂനു الناس, അന്ന് ജനങ്ങളായിത്തീരും കൽഫറാശിൽ മബ്സൂസ്, ഈയാമ്പാറ്റകളെ പോലെ, പാറ്റകളെ പോലെ, ഈയാമ്പാറ്റകളെ പോലെ അഗ്നിജ്വാലകൾക്ക് നേരെ പറന്നെടുക്കുന്ന ആ വളരെ ചുരുങ്ങിയ ആയുസ്സുള്ള ഈയാമ്പാറ്റുകളെ പോലെ മനുഷ്യരായിത്തീരുന്ന ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന 101-ാമത്തെ അധ്യായം 4-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു പറയുകയാണ്. മനുഷ്യരെല്ലാം ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആകുന്ന ദിവസമാണത്. ഫൈദാ ബരിക്കൽ ബസർ ഫഖസഫൽ ഖമർ വജുമിയ ശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു ഐനൽ മഫർ യഖൂലുൽ ഇൻസാനു ഐനൽ മഫർ യൗമൈദിൻ ഐനൽ മഫർ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സൂറത്ത് ഖിയാമ 75-ാമത്തെ അധ്യായം സൂറത്ത് ഖിയാമ, ലോകാവസാനം, സൂറത്ത് ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ 75-ാം അധ്യായം. ആ അധ്യായത്തിൽ 40 ആയത്തുകളാണുള്ളത്. ആയത്തിൽ അല്ലാഹു പറയുകയാണ്, എന്നാൽ കണ്ണഞ്ചി പോകുന്ന ദിവസം, കണ്ണഞ്ചി പോകുന്ന ദിവസം, അതാണ് ലോകാവസാനത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ കണ്ണഞ്ചി പോകുന്ന ദിവസം, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്ന ദിവസം, സൂര്യനും ചന്ദ്രനും വജുമിയശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം. ആലോചിച്ചു നോക്ക്, സൂര്യനും ചന്ദ്രനും എന്ന് കൃത്യമായി ഒരു പദമേഖലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില.